പ്രിയമുള്ള സത്യവിശ്വാസികളെ, കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ ഉടനീളം നമ്മളെ ഞെട്ടിക്കുന്ന അപകട മരണങ്ങളും കൊലപാതകങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. തൃശ്ശൂരിലുണ്ടായ സ്ഫോടനവും വാൽപ്പാറയിലുണ്ടായ ദുരന്തവുമൊക്കെ സ്വാഭാവികമായ അപകട മരണങ്ങളായി കണക്കാക്കപ്പെടുമ്പോൾ, എന്നാൽ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നമ്മുടെ നാടുകളിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. നെടുങ്കണ്ടത്തും തൃശ്ശൂരും കണ്ണൂരുമൊക്കെ നടന്ന കൊലപാതകങ്ങളിൽ സ്വന്തം രക്തബന്ധുക്കളെയാണ് പലരും കടാരകൾക്കിരയാക്കിയതും അതുപോലെ നിഷ്ഠൂരമായി കൊല ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതും എന്നൊക്കെ അറിയുമ്പോൾ വളരെയധികം ജുഗുപ്സാവഹമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നതെന്ന് നാം തിരിച്ചറിയുകയാണ്. ഈ സമയത്ത് നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തി ഒരു രക്തബന്ധവുമില്ലാത്ത തെരുവിൽ കിടന്ന് വളർന്ന മലപ്പുറത്തെ പത്തപ്പിരിയം എന്ന സ്ഥലത്തെ ഒരു തെരുവ് നായ ആമിന ഉമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി നടക്കുന്ന വഴിയിൽ അന്നം കൊടുത്തതിന്റെ പേരിൽ ആ ഉമ്മ മരണപ്പെട്ടിട്ട് ആ ഉമ്മയുടെ ഖബറിലേക്ക് മറ്റുള്ള ആളുകളോടൊപ്പം ജനാസ അടക്കാൻ വേണ്ടി പോകുമ്പോൾ അനുഗമിക്കുകയും അതിനുശേഷം എല്ലാവരും പിരിഞ്ഞു പോയപ്പോഴും അവിടെ സങ്കടത്തോടെ വിതുമ്പി നിൽക്കുന്ന ആ നായയുടെ ചിത്രം നമ്മളൊക്കെ കണ്ടവരാണ്. ഞാൻ ഈ സംഭവം പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, മനുഷ്യത്വം മരീചികയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ നായയിൽ നിന്ന് വലിയ ഒരു പാഠം നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് എങ്കിൽ മൃഗങ്ങളെ ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഒരു ചരിത്ര വായന ഒരിക്കലും മനുഷ്യനില്ല. കാരണം ഗതകാല ചരിത്രങ്ങളിലേക്ക് പരതി നോക്കുമ്പോൾ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദ്യത്തെ മനുഷ്യൻ അത് ആദം നബി അലൈഹിസ്സലാമാണ്. കുല്ലുക്കും മിൻ ആദം വ ആദമ മിൻ തുറാബ്. ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളെ പറ്റി വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്. വത്ലു അലൈഹിം നബഅ ബനി ആദമ ബിൽ ഹഖ് ഇദ ഖറബാ ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖരി ഖാല ലഅഖ്തുലന്ന ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്ര വർത്തമാനം ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിലൂടെ സൂറത്തുൽ മാഇദയിലെ ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അത് നബി അലൈഹിസ്സലാമിന് ഓരോ സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരാണുണ്ടാകുമ്പോൾ പിന്നെ വരുന്ന പെണ്ണിനെ ആ പെണ്ണുമായിട്ട് വിവാഹം നടത്തി കൊടുക്കുക, അതായിരുന്നു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തിരുന്നത്. എന്നാൽ ഹാബീൽ ഖാബീൽ എന്ന് പറയുന്ന രണ്ട് മക്കളുണ്ടായി. ഹാബീലിന്റെ കൂടെ ജനിച്ചത് സഹോദരിയായി ഇരട്ടയായി ജനിച്ചത് സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. അതേ സമയത്തോ ഹാബീലിന്റെ കൂടെ ജനിച്ചത് അത്ര ഭംഗിയുള്ള സഹോദരി ആയിരുന്നില്ല. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാബീൽ എന്ന് പറയുന്ന മകനുമായി ഈ സൗന്ദര്യം കൂടുതലുള്ള ആ മകനെ വിവാഹം ഉറപ്പിച്ചപ്പോൾ അസൂയ പൂണ്ട മറ്റേ മകൻ ഹാബീൽ എന്ന് പറയുന്ന മകൻ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊന്നുമോനായ ഹാബീലിനെ കൊന്നതിനെ പറ്റിയാണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്. ആ സമയത്ത് ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖരി ഖാല ലഅഖ്തുലന്നക. രണ്ടുപേരോടും ഖുർബാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആദം നബി അലൈഹിസ്സലാം പറഞ്ഞ സമയത്ത് കാബീൽ ഒരു കൃഷിക്കാരനായിരുന്നു. തന്റെ തോട്ടത്തിലുള്ള ഏറ്റവും വില കുറഞ്ഞ പച്ചക്കറിയായിരുന്നു അയാൾ ഖുർബാനായിട്ട് കാണിക്കയായി സമർപ്പിച്ചത്. അതേ സമയത്ത് ഹാബീലോ തന്റെ
വീട്ടിലുണ്ടായിരുന്ന താൻ വളർത്തുന്നതിൽ വെച്ച് ഏറ്റവും ആരോഗ്യമുള്ള, കാണാൻ നല്ല അഴകുള്ള സുന്ദരമായ ആടിനെയായിരുന്നു അള്ളാഹുവിന് വേണ്ടിയിട്ട് ഖുർബാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ആ സമയത്ത് ആകാശത്ത് നിന്നുകൊണ്ട് അഗ്നി വന്നുകൊണ്ട് ഹാബീലിന്റെ ഖുർബാൻ സ്വീകരിച്ചു, കാബീലിന്റെ സ്വീകരിച്ചില്ല. കാരണം ഏറ്റവും മോശപ്പെട്ടതായിരുന്നു കൊടുത്തത്. അപ്പോ ആ സമയത്ത് ഹാബീൽ പറയുന്നുണ്ട്, തഖ്വയുള്ളവരുടെ പ്രവർത്തനമാണ് അല്ലാഹു സ്വീകരിക്കുന്നത്, സൂക്ഷ്മതയുള്ളവരുടെ പ്രവർത്തനമാണ് സ്വീകരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാബീലിന്റെ ആ വാക്കുകൾ എടുത്തുകൊണ്ട് സൂറത്തുൽ മാഇദയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അസൂയ കൊണ്ടപ്പോൾ തന്റെ സഹോദരനെ കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ ഹാബീല് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ എന്നെ കൊന്നാലും തിരിച്ച് ഞാൻ നിങ്ങളെ കൊല്ലില്ല. ഇനി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ റബ്ബിനെ ഭയപ്പെടുന്നവനാണെന്ന് അദ്ദേഹം പറയുകയാണ്. അരുതായ്മകൾ വർദ്ധിച്ചു വരുന്ന കൂടപ്പിറപ്പുകളെ, രക്തബന്ധങ്ങളെ വളരെ അറുപ്പോടെ വെറുപ്പോടെ കാണുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നതാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ ഏതോ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആ റബ്ബിനെ കുറിച്ചുള്ള ചിന്ത അവന്റെ കൽബകത്തേക്ക് വരും. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഹാബീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊന്നുമകൻ, ഒരുപാട് ദറജ അല്ലാഹു കൊടുത്ത പൊന്നുമകനെ മറ്റേ മകൻ കൊല്ലുകയാണ്. ആ സമയത്ത് فبعث الله غراما يبعث في الارض ليريه كيف يواري سوءة اخيه قال يا ويلتى اعجزت ان اكون مثل هذا الغرام فاواري سوءة اخي فاصبح من النادمين. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതിൽ പ്രബലമായ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് 20 വയസ്സ് പ്രായമായിരുന്നു അന്ന് ഹാബീലിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ശരീരം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു കാക്ക വന്നുകൊണ്ട് മറ്റേ കാക്കയുടെ ജനാസ, മറ്റേ കാക്കയുടെ ശവം ഇങ്ങനെ മറവ് ചെയ്യുന്നതായിട്ട് ഇദ്ദേഹത്തിന്റെ മുന്നിൽ കാണിക്കപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇത് ചെയ്യുന്നത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഖാലയാ വൈലതാ അജസ്തു അൻ നകൂന മിസ്ല ഹാദൽ ഖുറാ, ഒരു കാക്കയിൽ നിന്ന് എനിക്കിത് പഠിക്കേണ്ടി വന്നല്ലോ, ഞാൻ എത്ര അറിവ് കെട്ടവനാണ് എന്ന് കുണ്ഠിതപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വരികൾ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിക്കുന്നുണ്ട്. സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ ആയത്തിൽ കാണാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഖേദക്കാരുടെ ഗണത്തിൽ പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് വിലപിക്കുന്നതിനെ പറ്റി വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആദ്യമായി മനുഷ്യന് അറിവ് പഠിപ്പിച്ചു കൊടുത്തത് ഒരു കാക്കയായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ, അതിന് ശേഷം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം വന്നപ്പോൾ ലോകത്തെ ആകെ നടുക്കിയ വലിയ പ്രളയം വന്നു. തൂഫാൻ എന്ന പേരിൽ അറിയപ്പെട്ട ആ പ്രളയം വന്ന സമയത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകം ഇങ്ങനെ ചുറ്റുകയാണ്. അദ്ദേഹത്തോട് കപ്പലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ സൂറത്തുൽ ഹൂദിന്റെ 40-ാമത്തെ ആയത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സത്യവിശ്വാസികളായ ആളുകളോടൊപ്പം ഇങ്ങനെ കപ്പലിൽ സഞ്ചരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം ആദ്യമായി കപ്പലുണ്ടാക്കിയത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമാണ്. തഫ്സീറുൽ കബീറിൽ ഇമാം റാസി പറയുന്നുണ്ട്, 80 പുരുഷന്മാര്, അവരുടെ കുടുംബം, അതായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമിനോടൊപ്പം ഉണ്ടായിരുന്നത്. ആ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 156 ദിവസമാണ് ആ കപ്പലിൽ ഇങ്ങനെ
സഞ്ചരിച്ചത്. 40 ദിവസം പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ ആ കഅബാലയത്തെ ഈ കപ്പൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചിരുന്നു എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുന്നുണ്ട്. തഫ്സീറുർ റൂഹ് ബയാൻ നോക്കിക്കഴിഞ്ഞാലും ഇത് കാണാവുന്നതാണ്. അങ്ങനെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ സഞ്ചരിക്കുമ്പോ നൂഹ് നബിയോട് പറഞ്ഞു, ലോകത്തുള്ള ജീവജാലങ്ങളിൽ ഓരോ ഇണകളെയും തന്റെ കപ്പലിൽ കയറ്റണമെന്ന് പറയുകയാണ്. അങ്ങനെ ജൂദി പർവ്വതത്തിന്റെ താഴ്വാരത്ത് 156 ദിവസം പിന്നിട്ടപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ അവിടെ നിലയുറപ്പിക്കുകയാണ്. തൂഫാൻ കഴിഞ്ഞു. തൂഫാനിന്റെ ആ പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നുകൊണ്ട് സുന്ദരമായ ഒരു അന്തരീക്ഷം വന്നപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂഫാൻ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് വിട്ടുപോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കാക്കയെയാണ് ഏൽപ്പിച്ചത്. അങ്ങനെ ആ കാക്ക പോയി. കാക്ക ഇങ്ങനെ ചുറ്റുപാടും സഞ്ചരിച്ചപ്പോ കാക്കക്കൊരു സ്വഭാവമുണ്ട്. ദുർഗന്ധം കണ്ടാൽ അവിടെ പോയിട്ട് ഇങ്ങനെ കൊത്തും. അത് കാക്കയുടെ ഒരു സ്വഭാവമാണ്. ചത്തതും ചീന്നതും ഒന്നും പ്രശ്നമില്ല. മനുഷ്യന്റെ കബന്ധങ്ങൾ കൂടിക്കിടക്കുന്നത് കണ്ടപ്പോൾ ശവങ്ങളിൽ പോയിട്ട് കൊത്തിയിരുന്നു കൊണ്ട് കാക്ക സമയം കളഞ്ഞു. പക്ഷേ തിരിച്ചു വന്നില്ല. ഒരുപാട് സമയം കഴിഞ്ഞിട്ട് കാണാതായ സമയത്ത് പ്രാവിനെ വിളിച്ചുകൊണ്ട് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയി നോക്കാൻ പറയുകയാണ്. പ്രാവ് പോയി. അവസാനം എല്ലായിടത്തും ഇങ്ങനെ പരതി നോക്കിയിട്ട് ഒലീവ് മരത്തിന്റെ ചില്ലയുമായിട്ട് പ്രാവ് തിരിച്ച് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വരികയാണ്. മഹാനായ പ്രവാചകൻ പ്രാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സമാധാനത്തിന്റെ പ്രതീകമായിട്ട് പ്രാവ് അറിയപ്പെടുന്നത്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അനുയായികൾക്കും സമാധാനത്തിന്റെ സുന്ദരമായ സന്ദേശം കൊടുത്തത് അന്ന് പ്രാവായിരുന്നു. അതുകൊണ്ട് തന്നെ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖദുൽ ഹമാമ ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പ്രാവുകളെ വളർത്തുവീരെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മദീനയിൽ ചെന്ന് കഴിഞ്ഞാലും അതുപോലെ തന്നെ തൻഈമിൽ ആയിഷ പള്ളിയുടെ അടുക്കലെത്തിയാലും മക്കയിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ചെന്നാൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രാവുകളുടെ വലിയ കൂട്ടങ്ങളെയാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാവുകളെ സംരക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സ്വാതന്ത്ര്യത്തെ തകർക്കുന്ന രൂപത്തിൽ കെട്ടിയിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടല്ല വളർത്തേണ്ടത്, മറിച്ച് അതിന്റെ തീറ്റ കൊടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ നിങ്ങൾ സംരക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുസ്തത്റഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 2-ാം വാള്യം 185-ാമത്തെ പേജിൽ ഈ ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതോ ഒരു പ്രവാചകന്മാരുടെ കാലഘട്ടം പരിശോധിച്ചു കഴിഞ്ഞാലും മൃഗങ്ങളുമായുള്ള ബന്ധം, ജീവികളുമായുള്ള ബന്ധം അത് ദൃഢമായിരുന്നു. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മരംകൊത്തിയുടെയും ചരിത്രം നമുക്കറിയുന്നതാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെയും ഖിത്മീർ എന്ന് പറയുന്ന നായയുടെയും ചരിത്രം നമുക്കറിയുന്നതാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം മഴയില്ലാതെ വിഷമിച്ചപ്പോൾ മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ ദ്വാരന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക്, മഴയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു കാഴ്ച കാണുകയാണ്. ഒരു ഉറുമ്പിങ്ങനെ മലർന്നു കിടന്നിട്ട് അല്ലാഹുവോട് ദ്വാരക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുമ്മ അന ഖൽഖും മിൻ ഖൽഖിക വലാ ഗിനാ ബനാ മിൻ റിസ്ഖിക വലാ തുഖ്ലിഖ്നാ ബിദുനൂബി ഗൈരിനാ. അല്ലാഹുവേ, പടച്ചവനെ, മഴയില്ലാതെ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും വിഷമിക്കുകയാണ്. അല്ലാഹുമ്മ അന ഖൽഖും മിൻ ഖൽഖിക, ഈ പാവപ്പെട്ടവരായ ഞാൻ നിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് റബ്ബേ. വലാ ഗിനാ ബനാ മിൻ റിസ്ഖിക, പടച്ചവനെ എനിക്ക് റിസ്ക് നീ നൽകണേ റബ്ബേ. ഞാനിപ്പോ സന്തോഷത്തിലല്ല കഴിയുന്നത് റബ്ബേ,
ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്, എനിക്ക് റിസ്ക് നിന്റെ അടുക്കൽ നിന്നാണ്, എനിക്ക് റിസ്ക് നീ തരണം റബ്ബേ. വലാ തുഹ്ലിക്നാ ബിദുനൂബി ഗൈരിനാ, പടച്ചവനെ ഞങ്ങൾ ചെയ്യാത്ത തെറ്റുകൾ മറ്റുള്ള ആളുകൾ ചെയ്തതിന്റെ പേരിൽ, മനുഷ്യർ ചെയ്ത തെറ്റുകളുടെ പേരിൽ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കല്ലേ അല്ലാ എന്ന് ഒരു റുംബ് ദുആ ചെയ്തത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കിതാബുകളിൽ റൂഹ് ബയാൻ, തഫ്സീർ റൂഹ് ബയാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അനവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോ മൃഗങ്ങളും അതുപോലെ മറ്റുള്ള ജീവജാലങ്ങളും തമ്മിലുള്ള മനുഷ്യരുമായുള്ള ബന്ധമെന്ന് പറയുന്നത് അത് ചെറിയ ബന്ധമല്ല, വലിയ ബന്ധമാണ്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നഹ്ലിന്റെ 65-ാമത്തെ ആയത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്റതൻ യുസ്കീകും مما في بطونه من بين فرث ودم لبنا خالصا صائغا للشاربين. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി പറയുമ്പോൾ അല്ലാഹു പറയുകയാണ്, വഇന്ന ലകും ഫിൽ അൻആം, കാലികളുടെ കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾക്ക് കാലികളിൽ നിന്നുകൊണ്ട് ഒരുപാട് പഠിക്കാനുണ്ട്. എന്താണ് പഠിക്കാനുള്ളത്? അല്ലാഹു തആല പറയുകയാണ്, ലഇബ്റതൻ നുസ്കീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനിൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ. കാലികള് അതിന്റെ വിസർജ്യ വസ്തുക്കൾ, അത് പുറത്തേക്ക് വിടുന്ന അതിന്റെ വിസർജ്യം, ആ വിസർജ്യത്തിന്റെയും അതുപോലെ തന്നെ രക്തത്തിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കുടിക്കാൻ സുന്ദരമായ പാലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൽപാദിപ്പിക്കുന്നു. എന്തൊരു സുന്ദരമായ ആയത്താണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുകയെ. കാരണം അതിന്റെ വിസർജ്യത്തിന്റെ അതിന്റെ രക്തത്തിന്റെയും ഇടയിൽ നിന്നുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടിക്കാൻ സുന്ദരമായ അതിന്റെ അകിടിൽ നിന്നുകൊണ്ട് പാലിനെ അല്ലാഹു തആല നമുക്ക് തരുന്നത്. അതുകൊണ്ട് മൃഗങ്ങൾ, ആ മൃഗങ്ങളിൽ നിങ്ങൾക്ക് വലിയ പാഠമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോൾ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ആരെങ്കിലും പാല് കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവോട് ദുആരക്കണേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു, പടച്ചോനെ ഇതിനെ നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ, വസിദ്നാ മിൻഹു, അല്ലാഹുവേ ഇത് നീ എനിക്ക് ഏറ്റി തരണേ റബ്ബേ എന്ന്, ഇനിയും കിട്ടണമെന്ന് അല്ലാഹുവോട് ദുആരക്കണമെന്ന് ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേ സമയത്ത് മറ്റുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്ന സമയത്ത് അത് കഴിക്കുമ്പോൾ അങ്ങനെയല്ല ദുആരക്കേണ്ടത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി ഫഅത്ഇംനാ മിൻഹു എന്നാണ് ദുആരക്കേണ്ടത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അഥവാ പാലല്ലാത്ത മറ്റുള്ളത് കിട്ടുമ്പോൾ ബർക്കത്തിന് വേണ്ടി ദ്വാരക്കുമ്പോൾ അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് പറയേണ്ടത്, പടച്ചവരെ എനിക്ക് ഇതിലും നല്ലത് തരണേന്നാ, പക്ഷെ പാല് കിട്ടുന്ന സമയത്ത് അങ്ങനെയല്ല പറയേണ്ടത്, ഇതെനിക്ക് വർദ്ധിപ്പിച്ചു തരണേ എന്നാണ് പറയേണ്ടത് എന്ന് പഠിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അല്ലഹ്മു സയ്യിദു തുആം, പാലെന്ന് പറയുന്നത് ഭക്ഷണങ്ങളുടെ നേതാവാണ്. അല്ലഹ്മു ഇറച്ചി എന്ന് പറയുന്നത് അത് ഭക്ഷണങ്ങളുടെ നേതാവാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ നബി തങ്ങൾ പറഞ്ഞു, പാലെന്ന് പറയുന്നത് നിങ്ങൾ കുടിക്കുന്നതിന് വെച്ചുകൊണ്ടുള്ള ആ വസ്തുക്കളുടെ നേതാവാണ് പാലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ആ ഇറച്ചിയുടെ പ്രത്യേകത ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇറച്ചി എന്ന് പറയുന്നത് ഏതാണെന്നറിയുമോ? അത് ഉദ്ഹിയ്യത്തിന്റെ, മൃഗത്തിന്റെ ഇറച്ചിയാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, വൽബുദ്ന ജഅൽനാഹാ ലകും മിൻ ശആഇരില്ലാഹ്. ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ ഒട്ടകത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ തഫ്സീറുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, വൽ ബുദ്ന എന്ന് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ഉദ്ഹിയ്യത്ത് മൃഗങ്ങളെയാണ്. വൽ ബുദ്ന ജഅൽനാഹാ ലകും മിൻ ശആഇരില്ലാഹ്.
ആയത്തിന്റെ മൃഗങ്ങൾ എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. ആരെങ്കിലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ, അള്ളാഹുവിന്റെ അടയാളങ്ങളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന്റെ ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിന്റെ അലാമത്താണ് ആ ബഹുമാനം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ, അല്ലാഹുവിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഉദ്ഹിയത്ത് മൃഗങ്ങൾ. ലക്കും ഫീഹാ ഖൈർ, അത് നിങ്ങൾക്ക് ഖൈറാണ്. ഫദ്കുർ ഇസ്മ അല്ലാഹി അലൈഹാ സുവാഫ്, അല്ലാഹുവിന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ അറുക്കുക. എന്നിട്ട് അല്ലാഹു പറയാണ് ഫൈദാ വജബത് ജുനൂബുഹാ ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിയ വൽ മുഅ്തർ, അതിനെ നിങ്ങൾ അറുത്തിട്ട് അതിന്റെ ഭക്ഷണങ്ങൾ അത് നിങ്ങൾ കഴിക്കുക. ഫകുലൂ മിൻഹാ അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ചില ആളുകൾ അവരുടെ വിഷമങ്ങൾ മറ്റുള്ളവരോടൊന്നും പറയില്ല, സ്വകാര്യമായി കൊണ്ട് നടക്കുന്ന ആളുകൾ. അതുപോലെ ചില ആളുകൾ അവരുടെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും മറ്റുള്ളവരോട് പറയുന്നവരാണ്. സമൂഹത്തിന്റെ ഇടയിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളും ഉള്ളവരായി അറിയപ്പെടുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവർക്കും നിങ്ങൾ കൊടുക്കുക. അഥവാ ഉദ്ഹിയത്തിന്റെ ഇറച്ചി എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എല്ലാവർക്കും നിങ്ങൾ കൊടുക്കുകയും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് കദാലിക സഖർനാഹാ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണങ്ങാത്ത ജീവികളെ നിങ്ങൾക്ക് ഇണക്കി തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. മനുഷ്യന്റെ പൊക്കം എത്രയാണ്, മനുഷ്യന്റെ തടി എത്രയാണ്, എന്നാൽ ആ മനുഷ്യനെക്കാളും എത്രയോ തൂക്കം കൂടുതലുള്ള, എത്രയോ ആരോഗ്യമുള്ള ജീവികൾ, ആ ജീവികളെ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ ഉദ്ഹിയത്ത് മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞു അല്ലിമു ലഹായാകും ഫഇന്നഹാ അലസിറാത്തി മത്വായാകും, നിങ്ങൾ ഉദ്ഹിയത്ത് മൃഗങ്ങളെ ബഹുമാനിക്കുക. അതിലൂടെ നിങ്ങൾക്ക് നാളെ പാരത്രികമായ ലോകത്ത് സിറാത്ത് കടക്കാനുള്ള വാഹനമായിട്ട് നിങ്ങൾക്ക് അതിനെ തിരഞ്ഞെടുക്കാൻ കഴിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ സുദിനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം ചെയ്യുന്ന എല്ലാ അമലുകളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്ന് പറയുന്നത് അത് ഉദ്ഹിയത്ത് കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു വഇദ തഅസ്സന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും, അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുകയും എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. കാരണം നമ്മൾ അല്ലാഹുവിന് വേണ്ടിയിട്ട് ഒരു വർഷം ഉദ്ഹിയത്ത് അറുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് എത്ര പൈസ ചെലവാക്കുന്നുണ്ടോ അതിനേക്കാളും ഉപരിയായിട്ട് റബ്ബ് തആല നമുക്ക് നൽകും. മുക്കണ കിണറ്റില് എന്നും വെള്ളം ഉണ്ടാവുന്ന ഒരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞാൽ പോലെയാണ് നമ്മൾ റബ്ബിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യും. നമുക്ക് ആഡംബര വാഹനങ്ങൾ വാങ്ങാൻ നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, വിലയുള്ള മൊബൈൽ ഫോൺ വാങ്ങാൻ നമ്മുടെ കയ്യിൽ പൈസയുണ്ട്. ഉദയത്തിന്റെ ഷെയറിന്റെ കാര്യം പറഞ്ഞു, ഭയങ്കര ടൈറ്റാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാത്തിനും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിശാച് അപ്പുറത്തുനിന്ന് പറയും കൊടുക്കണ്ട. ഇനിയിപ്പോ പൈസ ഇങ്ങനെ എടുത്തതിനാലും പിന്നെ മനസ്സ് പറയേ അത് കൊടുക്കണ്ട, ഇത്ര പൈസ കൊടുക്കണോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യും. സ്വന്തമായി ഒരു പോത്തിനെ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളെ സ്വന്തമായി അറുക്കാൻ കഴിയുന്ന വ്യക്തി അയാൾ സ്വന്തമായി തന്നെ അറുക്കണം, അതിന് ഷെയറിൽ പറ്റൂല. സ്വന്തമായി ഒരു മൃഗത്തെ അറുക്കാൻ കഴിയുള്ള ആളാണെങ്കിൽ അയാൾ ഒറ്റക്ക് തന്നെ അറുക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അഖാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ മദീന 10 സിനീൻ ലാ യദഉൽ അദ്ഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് കഴിഞ്ഞ കാലഘട്ടം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായിരുന്നു. 10 കൊല്ലം നബി തങ്ങൾ ആ മദീനയിൽ കഴിഞ്ഞപ്പോൾ ഒരൊറ്റ വർഷം പോലും ഉദ്ഹിയത്ത് മുടക്കിയില്ലെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറഞ്ഞു മൻ കാന ലഹു സഅത്തുൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാന. പെരുന്നാളിന്റെ ദിവസത്തിൽ
ഒരാൾക്ക് അള്ളാഹു കഴിവ് കൊടുത്തു, ഉദ്ഹിയത്ത് അറുക്കാനുള്ള കഴിവ് കൊടുത്തിട്ട് അർത്തില്ലെങ്കിൽ നബിതങ്ങൾ പറഞ്ഞു ഫലാഖർബന്ന മുസല്ലാറ, എന്റെ കൂടെ പള്ളിയിലേക്ക് വരണം, നിസ്കരിക്കണ്ട എന്നാ നബിതങ്ങൾ പറഞ്ഞത്. അപ്പൊ എത്ര കർശനമാണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാവുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഉദ്ഹിയത്തിന്റെ കാര്യം എല്ലാവരും വളരെ ഗൗരവമായിട്ട് തന്നെ ആ വിഷയം ഏറ്റെടുക്കുക. സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് അറുക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ അറുക്കുക.